സോ ഗൈസ് എൻ്റെ അടുക്കലാണെങ്കിൽ കുറേ കൂട്ടുകാർ വന്ന് ചോദിച്ചൊരു കാര്യമാണ്, ബ്രോ ഇന്ത്യൻ ത്രിഫ്റ്റ് ഓട്ടോയുടെ അപ്ഡേറ്റ് വന്നില്ല, എന്തുകൊണ്ടാണ് അപ്ഡേറ്റിൻ്റെ വീഡിയോ ഒന്നും ഇടാത്തതെന്ന് കുറേ കൂട്ടുകാർ എനിക്ക് ചോദിച്ചാണ്. എന്തായാലും ഗൈസ് അതിൻ്റെ അപ്ഡേറ്റിനെ പറ്റി ഇന്ന് കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്തായാലും എനിക്കറിയാവുന്ന പോലെയാണ് ഗൈസ് ഞാൻ പറഞ്ഞുതരുന്നത്. അതുപോലെ തന്നെ ഞാൻ കുറേ യൂട്യൂബേഴ്സിൻ്റെയൊക്കെ വീഡിയോ കണ്ടിട്ടുകൂടാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് വന്നത് ചുമ്മാ ഒരു അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ പ്ലേ സ്റ്റോറിൽ കയറി നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പുതിയൊരു അപ്ഡേറ്റ് വന്നതായിട്ട് കാണാനായിട്ട് പറ്റും അവിടെ. എന്നാലും ഗീസ് നിങ്ങൾ ആ അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കുക, കാരണം ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റ് വളരെ വലുതാണ്. അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നതെന്നും ഒക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ കുറേ കിഡിലും പോലെയുള്ള ഐറ്റംസാണ് നമ്മുടെ ഗെയിമിലേക്ക് ഈ ഒരു അപ്ഡേറ്റിലൂടെ വരാനായിട്ട് പോകുന്നത്. എന്ന് വെച്ചാൽ അടുത്ത അപ്ഡേറ്റ് ഇപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ടെസ്റ്റിന് വേണ്ടി കൊണ്ടുവന്നതാണ്, അതുപോലെ തന്നെ ബഗ്ഗൊക്കെ ഫിക്സ് ചെയ്യാനും കൊണ്ടുവന്നതാണ്. എന്നാലും ഈ നെക്സ്റ്റ് അപ്ഡേറ്റിൽ എന്താണ് വരുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞ ഞെട്ടും ഗൈസ്, ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തായിരിക്കാവുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. എന്നിട്ട് ഗെയ്സ് ഇന്ത്യൻ ബൈട്ടാണ് കളിക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നിങ്ങൾ എല്ലാ കൂട്ടുകാരും ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ മസ്റ്റായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. എന്നാൽ മാത്രം ഇനി ഞാനിടുന്ന ഇതുപോലുള്ള കിടക്കാച്ച വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം ലഭിക്കുകയുള്ളൂ. എന്നാലും ഈ നമുക്ക് അപ്ഡേറ്റിനെ പറ്റി പറയാം. ഇപ്പോൾ നമ്മുടെ അഡ്വാൻസ് സെർവറിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഗെയിമിൽ നമ്മുടെ ഫ്രീ ഫയറിലൊക്കെ ഉള്ള പോലെ തന്നെ നമ്മുടെ ഗെയിമിൽ വരാൻ പോകുന്ന ഐറ്റംസ് ആദ്യമേ അഡ്വാൻസ് സെർവറിലാണ് ഗെയിംസ് വരുന്നത്. ആ ഒരു സെർവറിൻ്റെ ലിങ്കൊന്നും എൻ്റെ അടുക്ക് ചോദിക്കുന്നത് എനിക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും നമുക്ക് അതിൻ്റെ അകത്ത് വന്ന കുറച്ച് പിക്കൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗെയ്സ് നമ്മുടെ ഗെയിമിലേക്ക് ഒരു പ്രൈവറ്റ് ജെറ്റ് വരാൻ പോകുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ കുറേ കൂട്ടുകാർ പറഞ്ഞായിരുന്നു, ബ്രോ ഇത് കൺഫേം ആണോ, നമ്മുടെ ഗെയിമിലേക്ക് ഒരു പ്രൈവറ്റ് ജെറ്റ് വരുമോ എന്നൊക്കെ കുറേ കൂട്ടുകാർ ചോദിച്ചായിരുന്നു. ജസ്റ്റ് ഗെയ്സ് അങ്ങനെ ഒരു ജെറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും അതിൻ്റെ പിക്ക് ഞാനൊന്ന് സ്ക്രീനിൽ വെച്ചേക്കാം. അപ്പോൾ ഈ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും, ഒരു റെഡ് കളറിലാണ് ഈ ഒരു ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നമ്മൾ ആദ്യമേ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ ഗെയിമിലേക്ക് ഒരു ഇത് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമെന്ന്. അപ്പോഴത്തേക്കും കുറേ കൂട്ടുകാർ പറഞ്ഞു, ബ്രോ ഇതൊക്കെ ഫേക്ക് ആയിരിക്കുമോ എന്നൊക്കെയാണ് എൻ്റെ എനിക്ക് ചോദിച്ചത്. അപ്പോൾ ഗെയ്സ് ഇപ്പോൾ നമുക്ക് കൺഫേം ആയിട്ടുണ്ട്, ചിലപ്പോൾ അടുത്ത അപ്ഡേറ്റിൽ ഉറപ്പായിട്ടും നമ്മുടെ ഗെയിമിലേക്ക് ഇതൊക്കെ ആഡാക്കിയേക്കാം. എന്തായാലും ആ ഒരു ജെറ്റ് നമ്മുടെ ഗെയിമിലേക്ക് വരുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ നമ്മുടെ അഡ്വാൻസ് സെർവറിലാണ് ഗെയ്സ് ഇതൊക്കെ വന്നിരിക്കുന്നത്. എന്തായാലും നെക്സ്റ്റ് അപ്ഡേറ്റിലൂടെ ഉറപ്പായിട്ടും നമ്മുടെ ഇന്ത്യൻ ത്രിഫ്റ്റ് ഓട്ടോയിലേക്കും ഇതൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ വേറെ കുറച്ച് ഐറ്റംസ് ആടാനായിട്ട് പോകുന്നുണ്ട്, അതിനെപ്പറ്റിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. മാക്സിമം നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ജെറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നും കൂടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, കുറേ കൂട്ടുകാർ ആഗ്രഹിക്കുന്നതാണ്. അതുപോലെ ഈ വേറൊരു ഐറ്റം കൂടെ ആടാകുന്നുണ്ട്, അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. മാക്സിമം എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ അഡ്വാൻസ് സെർവറിൽ കുറേയധികം ഐറ്റംസ് വന്നിട്ടുണ്ട്. എല്ലാത്തിനെയും കുറിച്ച് ഞാൻ പറഞ്ഞുതരാം, കാരണം ഇത് നിങ്ങൾക്ക് അടുത്ത അപ്ഡേറ്റ് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് ഐറ്റംസ് ആയിരിക്കും ഗെയ്സ് കാണാനായിട്ട് പറ്റുന്നത്. വേറൊന്നുമല്ല ഗെയ്സ്, നമ്മുടെ റെയിൻ മോഡ് നമ്മുടെ ഗെയിമിൽ ഇതുവരെ വന്നിട്ടില്ല, പക്ഷേ ആടാവുന്ന റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അഡ്വാൻസ് സെർവറിൽ നമ്മുടെ ആ ഒരു റെയിൻ മോഡ് വന്നിട്ടുണ്ട്. അതിൻ്റെ പിക്ക് ഞാനൊന്ന് സ്ക്രീനിൽ വെച്ചേക്കാം. അപ്പോൾ ഈ ഒരു മോഡലായിരിക്കും നിങ്ങൾക്ക് റെയിൻ മോഡ് വരുവാണെങ്കിൽ കൂടി ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് പറ്റുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചേക്കാം. അതുപോലെ തന്നെ വേറൊരു ഐറ്റം കൂടെ ഉണ്ട്, നമ്മുടെ സ്നോ മോഡാണ്. റെയിൻ മോഡിൻ്റെ കൂടെ തന്നെ നമ്മുടെ സ്നോ മോഡും വരുന്നതായിരിക്കും. ജസ്റ്റ് നമ്മളൊരു കോഡ് അടിക്കുമ്പോൾ ആക്ടിവേറ്റ് ആകുന്ന രീതിയിലായിരിക്കും ഗെയ്സ് ഇത് രണ്ടും വരുന്നത്. പിന്നെ ഗെയ്സ് നമ്മുടെ ഗെയിമിലേക്ക് ന്യൂ ആയിട്ടുള്ളൊരു ആപ്പ് കൂടെ ആടാകുന്നുണ്ട്, അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഈ സ്നോ മോഡ് നമ്മുടെ ഗെയിമിലേക്ക് എന്ന് വരുമെന്ന് ഞാൻ പറയാം. ചിലപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് വന്നേക്കാം, കാരണം നമ്മുടെ അഡ്വാൻസ് സെർവറിൽ ഇപ്പോൾ തന്നെ ഗെയ്സ് അതിൻ്റെ വീഡിയോസൊക്കെ വന്നായിരുന്നു. അതുപോലെ തന്നെ കുറേ പേര് അതിനെപ്പറ്റിയൊക്കെ വീഡിയോ ചെയ്തതെന്നും ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഏകദേശം ഒരു 90% ചാൻസ് ഉണ്ട് നമ്മുടെ ഗെയിമിലേക്ക് ആ ഒരു സ്നോ മോഡും അതുപോലെ തന്നെ നമ്മുടെ റെയിൻ മോഡും ആടാകാൻ വേണ്ടിയിട്ട്. എന്തായാലും എല്ലാ കൂട്ടുകാരും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം, ചിലപ്പം നമ്മുടെ ഗെയിമിലേക്ക് ആടാകുമെന്ന് തന്നെയാണ് ഗീസ് എനിക്ക് തോന്നുന്നത്. എന്തായാലും മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഗീസ് ഇന്നെന്ന് പറയുന്നത് നിങ്ങൾ കുറേയധികം കൂട്ടുകാർ കാണും, അതുപോലെ തന്നെ ഇനിയും കുറേയധികം അപ്ഡേറ്റിനെ പറ്റി പറയാനുണ്ട്. എന്തായാലും എൻ്റെ ഒരു വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇപ്പോൾ തന്നെ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. എന്നിട്ട് ഗെയ്സ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ കൂട്ടുകാരും ഷെയർ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഗെയ്സ് നമ്മുടെ ഈ ഒരു ഗെയിമിലേക്ക് പോലീസ് സ്റ്റേഷൻ ആഡ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര കൂട്ടുകാരുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഗെയ്സ് നമ്മുടെ അഡ്വാൻസ് സെർവറിൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പിക്ക് ഞാൻ സ്ക്രീനിൽ വെക്കാം. ഈ ഒരു മോഡലിലെ പോലീസ് സ്റ്റേഷൻ നമ്മുടെ ഗെയിമിലേക്ക് ആടാകാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് അപ്പോൾ പോലീസ് സ്റ്റേഷൻ ഇല്ലായിരുന്നോ എന്ന്. അപ്പോൾ ഗെയ്സ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നിലവിലുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഗെയ്സ് ഈ ഒരു മോഡലിൽ പോലീസ് സ്റ്റേഷൻ വരാനായിട്ട് പോവുകയാണ്.
ഇതിൻ്റെ അകത്ത് ഇല്ലെന്നാണ് കേസ് എനിക്ക് തോന്നുന്നത്. ഞാൻ പോലീസ് സ്റ്റേഷൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്തായാലും പോലീസ് സ്റ്റേഷൻ ഈ ഒരു ഗെയിമിലേക്ക് ആഡാക്കാനായിട്ട് പോവാണ്. നിങ്ങൾ കണ്ട പോലെ തന്നെ ഒരു നീല കളറിൽ ആയിരിക്കാം ആ പോലീസ് സ്റ്റേഷൻ വരാനായിട്ട് പോകുന്നത്. നമ്മുടെ അഡ്വാൻസ് സെർവറിൽ വന്നതാണ് കേസ്. അതാണ് ഞാൻ നിങ്ങളെ അറിയിച്ചത്. കാരണം ഇന്നലെ ആണെങ്കിൽ ഒരു വീഡിയോ ചെയ്തപ്പം എൻ്റെ എനിക്ക് വന്നൊരു ബ്രോ പറഞ്ഞാണ്, ബ്രോ ഇന്ത്യൻ ത്രിഫ്റ്റ് ഓട്ടോയുടെ അപ്ഡേറ്റ് വന്നില്ലേ, എന്താണ് ബ്രോ വീഡിയോ ചെയ്യാത്തതെന്ന്. അപ്പോൾ കേസ് ആ അപ്ഡേറ്റിൽ ഒരു ഐറ്റംസ് ആടാൻ കാരണമാണ് ഞാൻ വീഡിയോ ചെയ്യാഞ്ഞത്. പക്ഷേ നമുക്ക് അഡ്വാൻസ് സെർവറിൽ ലീക്ക് കിട്ടിയപ്പം എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഈ നിങ്ങൾ എന്തായാലും ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. കാരണം നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന ആ ഒരു പിക്കിലുള്ള പോലീസ് സ്റ്റേഷൻ ആയിരിക്കാം നമ്മുടെ ഗെയിമിലേക്ക് ആടാനായിട്ട് പോകുന്നത്. ഇപ്പോൾ കുറേയധികം യൂട്യൂബേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ അതിൻ്റെ റൂമേഴ്സൊക്കെ പുറത്ത് വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഡെവലപ്പർ വൈകാതെ തന്നെ ഒരു മെയിനായിട്ടുള്ള അപ്ഡേറ്റ് നമ്മുടെ ഇന്ത്യൻ ത്രിഫ്റ്റ് ഓട്ടോയിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ ഐറ്റംസ് എല്ലാം കേസ് അതിൻ്റെ അകത്ത് കിട്ടുന്നതായിരിക്കും. എന്തായാലും എല്ലാ കൂട്ടുകാരും ഹാപ്പി ആയെന്ന് പ്രതീക്ഷിക്കുന്നു. മാക്സിമം ഇതൊന്നും അറിയാത്ത നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു റൂമേഴ്സൊക്കെ നിങ്ങൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് കൂടെ ഒന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എത്ര പേര് അറിഞ്ഞെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതും ആഡാകുന്നുണ്ട്. അതുപോലെ തന്നെ കേസ് നമ്മുടെ ഗെയിമിലേക്ക് വേറൊരു ആപ്പ് ആഡാകുന്നതിനെ പറ്റി ജസ്റ്റ് ഒരു റൂമർ കിട്ടിയിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ ഒരു പിക്ക് ഞാൻ സ്ക്രീനിൽ വെക്കാം. എന്തായാലും ഈ ഒരു ആപ്പ് നമ്മുടെ ഗെയിമിലേക്ക് ആടാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു ആപ്പ് ഏതോ ഒരു സർവറിലുണ്ട് കേസ്. എന്തായാലും നമുക്കത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തായാലും പ്ലേ സ്റ്റോർ വഴി ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആപ്പ് കിട്ടുന്നതായിരിക്കും. കാരണം വേറൊന്നും കൊണ്ടല്ല, ഈ നമ്മുടെ ഇന്ത്യൻ ബൈ ഡ്രൈവിങ്ങിൽ പ്ലഗിങ് ആപ്പ് ഉള്ള പോലെ തന്നെ ഈ ഒരു ആപ്പ് വെച്ചായിരിക്കും നമുക്ക് ഇനി തൊട്ട് ലിങ്കൊക്കെ ലോഡ് ചെയ്യാനായിട്ട് വരുന്നത്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ക്യാരക്ടേഴ്സിനെ കിട്ടുന്നതായിരിക്കും. ഇപ്പോഴാണെങ്കിൽ കുറേ കൂട്ടുകാർക്ക് നമ്മുടെ ആപ്പ് അവൈലബിൾ അല്ല. കാരണം ഇതിൻ്റെ തന്നെ മോഡറേറ്റേഴ്സിനാണ് ഈ ഒരു ആപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഉള്ളത്. ആപ്പ് അവരുടെ കയ്യിലും ഉള്ളത്. എന്തായാലും പ്ലേ സ്റ്റോർ ഇത് സാങ്ഷൻ ആക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ഈ ഒരു ആപ്പ് വരുന്നതായിരിക്കും. ഈ ആപ്പ് വരുവാണെങ്കിലുള്ള അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴാണെങ്കിൽ കുറേ കൂട്ടുകാർക്ക് നമ്മൾ ഈ ആപ്പ് വഴി തന്നെ, ആപ്പ് അല്ലാതെ ഞാൻ തന്ന ലിങ്ക് വഴിയാണ് എല്ലാ കൂട്ടുകാരും നമ്മുടെ ആ ഒരു ക്യാരക്ടേഴ്സിനെ എടുത്തതും. അപ്പോൾ ഈ ഇനി തൊട്ട് നിങ്ങൾക്ക് പ്ലഗിങ് ആപ്പ് പോലെ തന്നെ ഈ ഒരു ആപ്പും കിട്ടുന്നതായിരിക്കും. എന്നിട്ട് അതിൻ്റെ അകത്ത് ലിങ്ക് കോപ്പി ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഗെയിമിലേക്ക് ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അത് നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. അറിഞ്ഞപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. പിന്നെ ഈ വേറൊരു ഐറ്റം കൂടെ ആഡാകുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. ഞാനാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ എവിടെയോ വെച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗെയിമിലേക്ക് ഒരു ട്രെയിൻ ആടാനായിട്ട് പോകുന്നുണ്ടെന്ന്, നമ്മുടെ വണ്ടർലയിലൊക്കെ പോലെ. ജസ്റ്റ് ഞാനതൊന്ന് കാണിച്ചു തരാം. എന്തായാലും ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഐറ്റമാണ് നമ്മുടെ ഗെയിമിലേക്ക് ആടാകാനായിട്ട് പോകുന്നത്. ഇപ്പോൾ എല്ലാ കൂട്ടുകാരും ഹാപ്പിയായി കാണും. കാരണം ഞാൻ കാണിച്ചത് ഒരു പച്ച ട്രെയിനിൻ്റെയാണ്. അപ്പോൾ ഒരു നീലയാണ് ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് പറ്റുന്നത്. ചിലപ്പോൾ ഈ ഒരു മോഡൽ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് കൊണ്ടുവന്നേക്കാം. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ അഡ്വാൻസ് സെർവറിൽ ഇതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അഡ്വാൻസ് സെർവർ നിങ്ങൾക്ക് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആർക്കും തന്നെ കിട്ടത്തില്ല. കാരണം അതിൻ്റെ ഡെവലപ്പേഴ്സിൻ്റെ കയ്യിലും അതുപോലെ തന്നെ മോഡറേറ്റേഴ്സിൻ്റെ കയ്യിൽ മാത്രമേ ആ ഒരു അഡ്വാൻസ് സെർവർ ഉള്ളൂ. എന്തായാലും ഇതിൻ്റെ ലീക്ക് കിട്ടിയപ്പോൾ എനിക്ക് നിങ്ങളോട് അറിയിക്കണമെന്ന് തോന്നി. ഈ ഒരു ട്രെയിൻ നമ്മുടെ ഗെയിമിലേക്ക് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അഡ്വാൻസ് സെർവറിൽ വന്നെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അടുത്ത അപ്ഡേറ്റിൽ നമ്മുടെ ഗെയിമിലേക്ക് ആടാനായിട്ട് ചാൻസ് ഉണ്ട് ഗീസ്. എന്തായാലും നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചേക്കാം. അതുപോലെ തന്നെ ഈ ഗ്രാനി ഹൗസിനെ പറ്റി ഞാൻ എപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഗെയിമിലേക്ക് ആടാകാൻ പോകുന്ന കാര്യം ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞതാണ്. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു തരുന്നില്ല. പിന്നെ ഗീസ് വേറൊരു കാര്യം നമ്മുടെ ഗെയിമിലേക്ക് ആടാകുന്നുണ്ട്. നമ്മുടെ ന്യൂ ട്രെയിനാണ് ഗീസ്. എന്തായാലും ആ ട്രെയിനിൻ്റെ പിക്ക് ഞാനൊന്ന് സ്ക്രീനിൽ വെച്ചേക്കാം. നമ്മുടെ അഡ്വാൻസ് സെർവറിൽ ഇപ്പോൾ തന്നെ ഇത് വന്നിട്ടുണ്ട്. എന്തായാലും നെക്സ്റ്റ് അപ്ഡേറ്റ് നമുക്ക് ഇതൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊന്നും അറിയാത്ത കൂട്ടുകാരിലേക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. കാരണം അടുത്തൊരു വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ്സാകാതിരിക്കരുത്. കാരണം ആ ബെല്ലൈക്കൺ കൂടെ ആ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. പിന്നെ ഞാൻ വേറൊരു ഐറ്റം കൂടെ കാണിച്ചു തരാം. നമ്മുടെ ഗെയിമിലേക്ക് ഇമോട്ട് വരുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. എന്തായാലും ഇമോട്ടിൻ്റെ ഒരു പിക്ക് ഞാൻ സ്ക്രീനിൽ വെക്കുക. ഇങ്ങനെ ഒരു മോഡലായിരിക്കും നമ്മുടെ ഗെയിമിലേക്ക് കാണാനായിട്ട് പോകുന്നതെന്നാണ് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞത്. നമ്മുടെ അഡ്വാൻസ് സെർവറിൽ ഇതിനോടകം തന്നെ എല്ലാ ഐറ്റംസും ആഡായിട്ടുണ്ട്. കുറേ ഉണ്ട്, ഇനിയും പറയാനായിട്ട് കുറേ ഉണ്ട്. എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. അല്ലെങ്കിൽ വീഡിയോ വളരെയധികം ലെങ്തായി പോകും. നമ്മുടെ ട്രെയിനെ പറ്റി ഞാൻ പറഞ്ഞായിരുന്നു. നമ്മുടെ ട്രെയിനും അതുപോലെ തന്നെ ഇത്രയധികം ഐറ്റംസ് നമ്മുടെ ഗെയിമിലേക്ക് വരുന്നുണ്ട്. പിന്നെ കുറേയധികം ന്യൂ ആയിട്ടുള്ള ക്യാരക്ടേഴ്സും വരുന്നുണ്ട്. കുറേ കൂട്ടുകാർ പല പല ക്യാരക്ടേഴ്സ് വേണമെന്ന് നമ്മൾ ഡെവലപ്പറിൻ്റെ എനിക്ക് ചോദിച്ചായിരുന്നു. അത് കാരണം കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ ലീക്കൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ പറയുന്നില്ല, സസ്പെൻസ് ആണ് ഗീസ്. എന്തായാലും അപ്ഡേറ്റ് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിനെ പറ്റി അറിഞ്ഞാൽ മതി. കാരണം ഇപ്പോൾ തന്നെ ഞാൻ എല്ലാം പറഞ്ഞു തരുവാണെങ്കിൽ ജസ്റ്റ് അപ്പോഴത്തേക്കും നിങ്ങൾക്കൊരു സസ്പെൻസ് ആയിട്ട് എന്തെങ്കിലും കൊണ്ടുവരണ്ടേ ഗീസ്. അത് കാരണം ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. കുറച്ചൊക്കെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗെയിമിലേക്ക് ഇത്രയധികം ഐറ്റംസ് ആഡ് ആകുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ ട്രെയിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ പ്രൈവറ്റ് ജെറ്റ്, ഇതൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് വരുവാണെങ്കിൽ പക്കയായിരിക്കും. നമ്മുടെ ഇന്ത്യൻ ബൈ ഡ്രൈവിൻ്റെ അത്രയും ഇല്ലെങ്കിലും എന്തായാലും ഈ ഒരു ഗെയിമും അത്യാവശ്യം നല്ലതാണ്.
അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സിനെ എടുക്കാനും NPC ആക്കാനും പറ്റുന്ന ഒരു ഓപ്ഷൻ ഈ ഒരു ഗെയിമിൽ നേരത്തെ തൊട്ടേ ഉണ്ട്. അത് കാരണമാണ് കുറേ കൂട്ടുകാർക്ക് ഈ ഒരു ഗെയിം ഇപ്പോഴും ഇഷ്ടം. എന്തായാലും ഈ എല്ലാ കൂട്ടുകാരും എൻ്റെ കൂടെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കുക. എന്തായാലും എല്ലാ കൂട്ടുകാരും ചെയ്തു വെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.